The 16 tourist places. That one is a Santa Cruz. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അദർ വ്ളോഗ്. ഇന്ന് ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. മഴ ആസ്വദിക്കാത്ത ആരാണുള്ളത് അല്ലേ കേരളത്തിൽ? മഴ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ മഴയെ സഹിക്കുന്നു. അതിന് മാത്രം ദുരന്തങ്ങൾ ഇവിടെ എന്ത് സംഭവിച്ചാലും എന്ത് വന്നാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് സമയത്ത് ചോദ്യം അതിനൊന്നും മനസ്സിലാക്കി നമ്മളൊക്കെ അത് ചോദിക്കാൻ ഉണ്ടായ നമുക്കിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള കാലം നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഒരറ്റം മറ്റൊരറ്റത്തേക്ക് മുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകൾ ഉണ്ട്, നമ്മുടെ സ്വന്തം പേര് മനോഹരമായ സ്വന്തം മനോഹരമായ ഇടം. ഈ വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ കേരളത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലെനിക്ക് കുറേ തെറ്റുകുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവുന്നു. സോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. സ്വന്തം കാര്യങ്ങളെ ആസ്വദിക്കുന്ന പോലെ മറ്റുള്ളവരുടെ കൂടെയും നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ചെറിയ ജീവിതത്തെ ഭയക്കാതെ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നിന്ന് ആസ്വദിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകാം. അതിനെയെല്ലാം മറികടന്ന് നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുക, മറ്റൊരാൾക്കും ദോഷമാകാത്ത രീതിയിൽ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത്. എനിക്ക് ഫോർട്ട് കൊച്ചി കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ജങ്കാറ് ഇതുവരെ കയറിയിട്ടില്ല. അതിൻ്റെ അടുത്തൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ജങ്കാറിൽ കയറണം, വാട്ടർ മെട്രോയിലും പോകണം. അപ്പം നമുക്ക് ചോദിച്ച് പോകാം കേട്ടാ. നിങ്ങളും വരത്തില്ലേ കൂടെ? ചോദിക്കാം ചേട്ടാ, ഈ ഫോർട്ട് കൊച്ചിക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകണം? ഫോർട്ട് കൊച്ചിക്ക് വേണമെന്ന് നേരെ കാളമുക്കി ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നേരെ പോയി കഴിഞ്ഞാൽ എന്താണ് പിന്നെ അവിടെ നമുക്ക് മെട്രോ ഉണ്ട്, ജങ്കാറ് ഉണ്ട്. ബോട്ടിപ്പില്ല, ബോട്ടിൽ ഇപ്പോഴും ബോട്ടിൽ ജങ്കാറ് മാത്രമേ ഉള്ളൂ. ജങ്കാറിന് കയറാം, ബോട്ടിൽ കയറാം. പക്ഷെ ജങ്കാറുമ്പോ ചിലപ്പോൾ നോക്കാം. ജങ്കാറ് കംപ്ലൈന്റ് ആണ്, കംപ്ലൈന്റ് ആയിട്ട് കണ്ടൊക്കെ പോയിട്ടൊക്കെ പറഞ്ഞ് മെട്രോ നൈസാണ്. നല്ല വഴി കയറി നമുക്ക് വലിയൊരു അമ്മച്ചിക്ക് കൊണ്ട് നോക്കാം, അമ്മച്ചോട് ചോദിക്കാം. അമ്മച്ചിക്ക് പോകാനായിട്ട് ബോട്ടിൽ പോകണ നേരെ പോയോ? അങ്ങനെ നമ്മൾ ജങ്കാർ കയറുന്നിടത്തെത്തി. ടിക്കറ്റ് റേറ്റ് 3 രൂപ സംതിങ് വരും. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ഇവിടെ ഗൂഗിൾ പേ ഇല്ല, അതുകൊണ്ട് ജങ്കാറി കയറാൻ 3 രൂപ മതി. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഇല്ല, ഞാൻ കടയിൽ പോയിട്ട് 10 രൂപ ഞാനും 10 രൂപ. ചേട്ടാ ഒരു 20 രൂപയ്ക്ക് സഡനെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. 10 രൂപ എനിക്ക് റിട്ടേൺ തരുമോ ടിക്കറ്റ് എടുക്കാനായിട്ട്? അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. 3 രൂപ ടിക്കറ്റേ ഉള്ളൂ. ഇവിടെ ബൈക്കെല്ലാം ഇങ്ങനെ നിരയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറ സൈഡിൽ കാറ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ആ വ്യൂ. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പം നമുക്കിത് ഭയങ്കര കൗതുകമായിട്ട് തോന്നും. ഇവിടെ നിന്നിട്ടുള്ള കായൽ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ജങ്കാർ അങ്ങനെ അടുക്കുന്നുണ്ട്. ഇനി ജങ്കാറിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? ജങ്കാറിൽ നിന്ന് വണ്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഒരു സൈഡ് കാറ്, ഒരു സൈഡ് ബൈക്ക്. അവർ ഭയങ്കര ഡിസിപ്ലിനായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ആരും ധൃതിയൊന്നും വെക്കുന്നില്ല. നമുക്കിനി അകത്തോട്ട് കയറാം. വലിയ വണ്ടികൾ വരുന്നുണ്ട് ഇതിനകത്തേക്ക്. കണ്ടെയ്നർ പോലത്തെ വാഹനങ്ങളും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഭംഗിയല്ല, നമുക്കിതൊക്കെ ഒരു കൗതുകമാണ്. ജീവിതത്തിൽ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ കൗതുകമായിരിക്കുകയില്ല. ബട്ട് ഇത് നമുക്ക് ഭയങ്കര കൗതുകമാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കും കൗതുകമാണ്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക്
യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജങ്കാറിലെ യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഫോർട്ട് കൊച്ചി ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ എന്തെന്നൊക്കെ കാണാം. ഇവിടെ ഓട്ടോ ചേട്ടന്മാർ ടൂറിസ്റ്റുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ചീനവല, ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറയും. ചൈനയ്ക്ക് വെളിയിൽ ഇത്രയും വലിയ വല യൂസ് ചെയ്യുന്നത് കൊച്ചിയിൽ മാത്രമാണ്. ഇതിന് മുൻഭാഗത്തായിട്ട് വലിയ തേക്കിൻ കഷ്ണങ്ങളും മുളയും യൂസ് ചെയ്തിരിക്കുന്നു. പിൻഭാഗത്തായിട്ട് വലിയ കല്ലുകൾ കെട്ടിയിട്ടിരിക്കുന്നു. അത് ബാലൻസ് ചെയ്യാനായിട്ട് 6ഓളം ആൾക്കാർ വേണം. 14ാം നൂറ്റാണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധവും ഇതിനെ കാണിക്കുന്നു. ഈ കൗതുക കാഴ്ച ഞാൻ കുറേ നേരം കണ്ടിരുന്നു. ഈ പച്ചപ്പ് നിറഞ്ഞ ഈ വലിയ മരം എന്ത് ഭംഗിയാണ് കാണാൻ. ഞാൻ ഇവിടെ നിന്ന് നടക്കാനായിട്ട് ആരംഭിച്ചു. The 16 tourist places. That one is a Santa Cruz Basilican Church. Is a Dutch people making in the 500 years old church. And St. Francis Church Vasco da Gama ka sama Indian. Yeah. How many hours you can take? 2.5 hours. 1.5 hour you only take it 600 rupees. Yeah. And you want a backwater? I will show you other program. That is a backwater village forest area, mango forest. 1 hour 20 minutes boat ride. Okay. நான் வேற அங்க போயிட்டு நான் ஓகே கமலா மச்சான், நீ வந்து இப்ப 1 கிலோமீட்டர் முன்னாடி நடந்து போயா இந்த பீச் மட்டும் பார்க்க முடியும். ஓகே பாக்கி எல்லாமே 1 கிலோமீட்டர் 3 கிலோமீட்டர் டிஃபரன்ஸ்ல இருக்கு. எல்லா பிளேஸும் பார்த்து முடிச்சிட்டு இங்க போன டாப் பண்ண நம்ம பீச் எல்லாம் இன்க்ளூட் ஆயிருக்கு. 1 കിലോമീറ്റർ ചേട്ടനൊന്ന് തമിഴ് പറഞ്ഞൊന്ന് കിഡ് ചെയ്ത് അതൊരു അടിപൊളിയായിരുന്നു. തമിഴായിട്ട് സംസാരിച്ചത്. ലാസ്റ്റ് കുറച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എനിവേ അടിപൊളി. ഒറ്റയ്ക്ക് വീട് നിനക്ക് അടിപൊളിയായിട്ട് അല്ലേ? ഈ സമയമൊക്കെ ആയതുകൊണ്ട് വലിയ ആളൊന്നുമില്ല. സൺഡേ സാറ്റർഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ആളും തിരക്കൊക്കെ ആയിരിക്കും. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന ചർച്ചാണ് 1503 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ഏറ്റവും പഴക്കം ചെന്ന ചർച്ച്. ഈ ചർച്ചിൻ്റെ പേരാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. ഇതിലെ കൗതുകകരമായ കാര്യത്തിൽ ഒന്നാണ് ഈ ഫാൻ. ഇവിടെ ഇരിക്കാൻ നല്ല തണുപ്പാണ്. 1524 വാസ്കോ ഡ ഗാമ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഈ ചർച്ചിനുള്ളിലാണ്. ആ കല്ലറയാണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ച് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ. ഇപ്പോൾ ഈ ചർച്ച് CSI സഭയുടെ കീഴിലാണ്. ഇതിനെ കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരുന്നു. ഇതാണ് കൊച്ചിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് കേട്ടോ. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ആൻഡ് സ്പാനിഷ് രീതികളിലൊക്കെയാണ് ഇവിടുത്തെ പെയിൻറ്റിങ്സും ബിൽഡിങ്സും ഒക്കെ പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ വീഡിയോസ് എടുക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഒരു യൂറോപ്പ് കൺട്രി പോയൊരു ഫീലാണ് ഈ സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ. ഇതിൽ മെയിൻ കാര്യങ്ങൾ കുറേ മൂവിയുള്ളൊരു നടക്കം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കാനാണ്. ഇന്ന് സൺഡേ സാറ്റർഡേ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ക്രൗഡൊന്നും ഇല്ലാത്തത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വിഷ്വൽസ് ഒക്കെ കുറച്ച് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ കണ്ടു കേട്ടോ. ഇവൻ എന്നെ വിട്ടു പോകുന്നില്ല. കുറേ നേരമായിട്ട് എൻ്റെ പുറകെ തന്നെയാണ്. ഇതാ വീട്ടിലെ പട്ടിയാണ്.
എന്താ ചിത്തുപണി ഫോളോ ചെയ്യുന്നേ? വേറാണോടാ? കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നീ എന്നെ വിശ്വസിച്ചൊന്നും വരല്ലേ? കുറെ നേരം പുറകെ നടത്തോ? ചെറിയ സ്നേഹം കൊടുത്താൽ മതി, എല്ലാരും കൂടെ വരും. ഒരു ക്യൂട്ട് കേളാണ്. ഓ, അത് പ്രഗ്നന്റ് ആട്ടോ. ഓ, നീ കിട്ടുന്ന കമ്പനിയൊക്കെ നിങ്ങളൊക്കെയാണല്ലോ. പോണോ? ആ, കം കം. ഓ ഹോ ഹോ, സോ സ്വീറ്റി. നമ്മൾ മട്ടാഞ്ചേരിക്ക് നടന്നു പോവാണ്. വണ്ടി ഒന്നും കിട്ടിയില്ല. ഫോട്ടോ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ മട്ടാഞ്ചേരിക്ക് നടക്കുവാണ്. നോക്കാം വണ്ടി വല്ല. രണ്ട് പഴംപൊരി, അല്ല ഒരു പഴംപൊരി, ഒരു പരിപ്പുവട, ഫാമിലി പൈപ്പുട ചായ ചായ. 10 രൂപ. 8 ഇതിപ്പോ ആ കടയുടെ സാധനം ഒരു പഴംപൊരി, ഒരു പരിപ്പുവട, വെറും 28 രൂപയോ. നമ്മളങ്ങനെ ഇപ്പം മട്ടാഞ്ചേരി എത്തി കേട്ടോ. മട്ടാഞ്ചേരി മാർക്കറ്റ് സ്ഥലമൊക്കെയാണ്, കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല ഐഡിയ. മട്ടാഞ്ചേരിയിലൂടെ നടത്ത് അടിപൊളി. 2 വർഷം കൈ നീട്ടിയില്ല, ഹെൽമെറ്റിന്റെ അക്കൗണ്ട് കൈനീട്ടിയില്ല. ഇവിടെ ഒരു ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി വന്നു. കുറച്ച് ദൂരം നടന്നു, ഒരു 3 കിലോമീറ്ററോളം നടന്നു വന്നു. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച വീടുകളും എല്ലാം ആണ്. എല്ലാ വഴിയും സ്ഥലം എല്ലാം ഒരേപോലെ വൃത്തിയും. ഒരു ഉള്ളിലോട്ടൊന്നും കയറിയില്ല. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ക്ഷേത്രം കേട്ടോ. പഴവന്നൂർ ഭഗവതി ക്ഷേത്രമാണ് ഈ മുന്നിൽ കാണുന്നത്. അതിനോട് ചേർന്നുള്ള അമ്പലക്കുളമാണിത്. 1555 പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം കൊച്ചി രാജാവിന് വേണ്ടി പണി കഴിപ്പിച്ചത്. 1663 ഡച്ചുകാർ വന്ന് ഇതിനെ പുതുക്കി പണിതിട്ടുണ്ട്. ഇതിനെ അകത്ത് അനേകം ചിത്രകലകളുണ്ട്. ഹിന്ദു പുരാണ കഥകളിലെ ചുവർ ചിത്രങ്ങളാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുപോലെ തന്നെ കൊച്ചി രാജാവ് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും വസ്ത്രധാരണങ്ങളും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനെ മട്ടാഞ്ചേരി പാലസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം എന്നും പറയുന്നു. ഈ കാണുന്നതാണ് ജുവൻ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ കരകൗശല വസ്തുക്കളും വിൻറ്റേജ് സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. കുറച്ചേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ച് ഇങ്ങനെ ഇതുവഴി നടക്കുകയായിരുന്നു. ഇതാണ് മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിലോട്ടുള്ള എൻട്രി. ഞാനിവിടെ നിന്ന് 50 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ഇവിടെ നിന്ന് ഹൈക്കോർട്ടിലേക്കാണ് പോകുന്നത്. ഇതിനുള്ളിലേക്കുള്ള എൻട്രി സെയിം നമ്മുടെ നോർമൽ മെട്രോയ്ക്കകത്തുള്ള എൻട്രി പോലെ തന്നെയാണ്. ഇതിനകം എല്ലാം കാണാൻ സെയിം അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇതിനകത്തിരുന്നുള്ള യാത്ര അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെയിം മെട്രോയ്ക്കകത്ത പോലെ തന്നെ ഫീല്. ഇതാണ് വാട്ടർ മെട്രോ. നമ്മൾ കയറുമ്പോൾ കിട്ടുന്ന ടിക്കറ്റ് കാർഡ്. ഇത് റേറ്റിംഗ് കാർഡ് പോലെയാണ്, പക്ഷേ ഇത് പേപ്പറിലാണ് കേട്ടോ. ഉള്ള അടിപൊളിയായിട്ട്. ശരി, ഞാനിപ്പം മട്ടാഞ്ചേരിയിൽ നിന്ന് ഹൈക്കോർട്ടിനാണ് പോകുന്നത്. ഇവിടുന്ന് എത്ര രൂപ വരുമെന്ന് വെച്ചാൽ 50 രൂപ ടിക്കറ്റാണ് വരുന്നത് കേട്ടോ. അടിപൊളി. അപ്പോൾ ബോട്ട് തിരിക്കുവാണ് കേട്ടോ.
ഇന്ന് നമ്മളൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നതാണ്. കോളേജിൽ പഠിച്ചതാണ്. എൻ്റെ ചങ്കബടിയാണ്. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. എപ്പോഴും അവൻ ഫോട്ടോഷോപ്പിലായിരുന്നു. ഫോട്ടോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ അവനെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അവൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അവൻ്റെ സ്റ്റുഡിയോ. നീ കണ്ടാ മതി. സെറ്റ് അടിപൊളി താരം. ഇതെല്ലാം അവൻ്റെ കളക്ഷൻസ് ആണ്. നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ നമ്മൾ താമസിക്കുന്ന അടുത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിനി ഇവിടുന്ന് വൈപ്പിന് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.